ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് റെഗുലേഷൻസിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഫ്രീ കൺസെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമനസാലെ സ്വന്തം സ്വാതന്ത്ര്യം അനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കോൺട്രാക്റ്റ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രീ കൺസെൻറ്റ്. അതായത് ഞാനൊരു കോൺട്രാക്റ്റിൽ എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല, എൻ്റെ മനസ്സാലെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യം അനുസരിച്ച് ഞാൻ ഒരു കോൺട്രാക്റ്റിൽ ഞാൻ ഏർപ്പെടുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 13 ഓഫ് ദി ആക്ട് ഡിഫൈൻസ് കൺസെൻറ്റ് ആസ് 2 or more persons are set to consent when they agreed upon the same thing in the same sense. ഞാൻ സ്വന്തം താല്പര്യം ഇതെല്ലാം അതും ഒരു വേണം. അറ്റ് ദ സെയിം ടൈം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നു. ഇവിടെ അടിയിൽ നോക്കൂ. വെൻ പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് മേക്ക് സം ഫണ്ടമെൻ്റൽ എറർ ഇൻ കോൺസെൻസസ് ആസ് ടു ദ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ, ഇറ്റ് കനോട്ട് ബി സെഡ് ദാറ്റ് ദേ ഹാവ് അഗ്രീഡ് അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഞാനും വേറൊരു വ്യക്തിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ആ വ്യക്തി എന്തെങ്കിലും ഒരു അബദ്ധവശാലോ മനഃപൂർവ്വമോ എന്തോ ഒരു മിസ്റ്റേക്ക് അയാളുടെ ഭാഗത്തു നിന്ന് വരുത്തി, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് ആ അബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നടന്നതോ മറ്റേ വ്യക്തി അറിഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ കൺസെൻസസ് അല്ലേ. അതായത് കൺസെൻസസ് ആഡ് ഇഡിയം എന്ന് പറയും. അതായത് എന്താ പറയുക, അതൊരു അറിഞ്ഞിട്ടല്ല ചെയ്തത് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ നമുക്ക് മീനിങ് ഓഫ് ഫ്രീ കൺസെൻറ്റ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദി റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്ട്. ഫ്രീ കൺസെൻറ്റ് ഈസ് ദ റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ എല്ലാവരും ആ വ്യക്തികൾ ആരെല്ലാമാണോ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്നത് അവരെല്ലാവരും വളരെ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ഇഷ്ടപ്രകാരം അനുസരിച്ച് വരുന്നതാണ് ഒരു കോൺട്രാക്ട്. അതാണ് വാലിഡ് ആകുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദ കോൺട്രാക്ട്, കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഒരു ഫ്രീ കോൺസെൻറ്റ് ആണെന്ന് എപ്പോഴാണ് പറയുക? ഇവിടെ ചില 5 നിബന്ധനകൾ അതിൽ ഇൻവോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, കോർഷൻ ആസ് ഡിഫൈൻഡ് ബൈ സെക്ഷൻ 15. കോർഷൻ എന്ന് പറയുന്നത് എന്താ പറയുക? ഫോഴ്സ്ഡ് ഇൻ ടു എ കോൺട്രാക്റ്റ്. നിർബന്ധിപ്പിച്ചിട്ട് അല്ലേ, മറ്റൊരാളെ പേടിപ്പിച്ച് നിർബന്ധിപ്പിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് ആദ്യം ഉറപ്പ് വരണം അല്ലേ. അപ്പോഴാണ് അതൊരു ഫ്രീ കൺസെൻറ്റ് ആവുന്നുള്ളൂ. പിന്നെ പറയുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 16. എന്താ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയുന്നതാണ്? അതായത് വേറെ ഒരു വ്യക്തി കാരണം നമ്മൾ കോൺട്രാക്റ്റിലേക്ക് ഇൻവോൾവ്, അതായത് വേറൊരു വ്യക്തി എന്തോ ചെയ്ത് വെച്ചു, അതിന് അയാളും കാരണത്താൽ ആ വ്യക്തി ചെയ്തതിൻ്റെ ഒരു കാരണത്താൽ ഞാൻ അതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു ഗതിയിലേക്ക് എത്തിപ്പെടുന്നു. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ഫ്രോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രോഡ് ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 17. എന്താ ഇവിടെ പറയുന്നത്? മനഃപൂർവ്വം ഒരു ട്രാപ്പ് ആക്കിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമ്മളൊരാളെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഒരു കെണി പോലെ. പിന്നെ പറയുന്നതാണ് മിസ് റെപ്രസെൻറ്റേഷൻ ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 18. എന്താ ഇവിടെ പറയുന്നത്? കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ പേഴ്സൺ അൺനോയിങ്ലി ബിലീവ് ഓൺ സംതിങ് ആൻഡ് ഇൻവോൾവിങ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഞാൻ വേറെ വ്യക്തിയും കൂടി ഏർപ്പെടുന്നു. എന്നിട്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചാണ് അയാൾ ചെയ്തത്. പക്ഷേ അദ്ദേഹം അത് മനഃപൂർവ്വം അതിലേക്ക് ഇൻവോൾവ് ചെയ്തതല്ല. പക്ഷേ അത് ആ വ്യക്തി ഉദ്ദേശിച്ച പോലെ അല്ല. നെഗറ്റീവായിട്ട് ഉണ്ടായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പര്യവസാനിച്ചു എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ കൺസെൻസ് ആസ് ഇഡിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന പോലെ, അതായത് എന്താണ്, അത് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യുന്ന പോലെയായി. അതായത് ആ വ്യക്തി, ഞാൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, വേറെ വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷേ ഞാൻ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നേരെ നെഗറ്റീവായിട്ട് പര്യവസാനിച്ചു. അപ്പോൾ അത് ശരിക്കും പറയണമെങ്കിൽ കോൺട്രാക്റ്റ് അസാധുവാക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന കോൺട്രാക്റ്റ് ഏർപ്പെടുത്തുമ്പോൾ എനിക്ക് കുറച്ച് ലാഭം കൂടുതൽ കിട്ടുന്ന കരുതിയിട്ട് ഞാൻ കോൺട്രാക്റ്റിൽ വേറെ വ്യക്തിയായിട്ട് ഞാൻ ഏർപ്പെട്ടു. പക്ഷേ ഉണ്ടായത് നേരെ തലതിരിഞ്ഞാണ്. എനിക്ക് നഷ്ടവും ഓപ്പോസിറ്റ് ആൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാവണ പോലെയായി. അത് വേണമെങ്കിൽ എനിക്ക്
കൊണ്ടുവരാം. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന പേരിൽ നമുക്ക് വേണമെങ്കിൽ കോടതിന് മുമ്പിൽ കാണിക്കാം. പിന്നെ പറയുന്നതാണ് മിസ്റ്റേക്ക് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 20, 21 ആൻഡ് 22. ഇവിടെ പറയുന്നതാണ്, അതായത് ഒരു അബദ്ധം അല്ലേ, ഒരു മിസ്റ്റേക്ക് ഒരു കോൺട്രാക്റ്റിൽ അറിയാതെ, ദാറ്റ് മീൻസ് ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷൻ ബേസായി ആ ഒരു കോൺട്രാക്റ്റിലേക്ക് കയറിപ്പോയി, നോ കൺസെൻറ്റ്, അതായത് വ്യാഖ്യാനം അല്ലേ, ഞാനൊരു ഇതിനെ കുറിച്ച് ചെയ്തു, അത് വ്യാഖ്യാനിച്ച് തെറ്റായി പോയി, മിസ് ഇൻ്റർപ്രിട്ടേഷൻ ആയിപ്പോയി, അത് പിന്നെ അത് വേറെ രീതിയിൽ ഞാൻ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന പോലെ. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വാലിഡ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഗുഡ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോവേർഷൻ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കോവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ത്രട്ടൻഡ് ചെയ്തുകൊണ്ട് മേക്കിംഗ് അതർ ഇൻവോൾവ്. അതർ എന്ന് പറഞ്ഞാൽ ആ മറ്റേ ഓപ്പോസിറ്റ് പാർട്ടി. ഓക്കെ, അപ്പോൾ ഇൻ സിമ്പിൾ ലാംഗ്വേജ്, വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ബൈ ദ യൂസ് ഓഫ് ഫോഴ്സ് ബൈ ദി അതർ പാർട്ടി ഓർ അൺഡ്യൂ ത്രെറ്റ്, കോവേർഷൻ സെറ്റ് ടു ബി എംപ്ലോയിഡ്. വേറെ ആളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അല്ലേ, കണ്ണുരുട്ടി കാണിച്ചുകൊണ്ടൊക്കെ നമ്മളൊരു കോൺട്രാക്ട് ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചൊക്കെ നമ്മൾ കാണിക്കുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി കോവേർഷനാണ്. ഓക്കെ, അതാണ് ഇവിടെ സെക്ഷൻ 15 പറയുന്നത്. എന്താണ്? കോവേർഷൻ ഈസ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് കമ്മിറ്റിംഗ് ഓർ ത്രട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. കണ്ടോ, അങ്ങനെ ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് IPC-യിലടക്കം ഇന്ത്യൻ പീനൽ കോഡിലടക്കം അത് ഭയങ്കരമായിട്ട് ഒരു കുറ്റകൃത്യമായിട്ട് അതിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ അടിയിൽ നോക്കൂ, ആൻ അനാലിസിസ് ഓഫ് ദി എബവ് ഡെഫിനിഷൻ റിവീൽസ് ദാറ്റ് കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി കോസ്ഡ് ബൈ കോവേർഷൻ വെൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പ്രഷർ by the following. ഉണ്ടോ? അപ്പോൾ an analysis of the above definition reveals that consent is said to be caused by coercion when it is obtained by pressure by the following. വേറെ വ്യക്തിയുടെ ഒരു സമ്മർദ്ദം മൂലം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ആ സമ്മർദ്ദങ്ങൾ ഏതൊക്കെയാണ്? കമ്മിറ്റിംഗ് ഓർ ത്രട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ആദ്യം പറയുന്നത് കമ്മിറ്റിംഗ് ഓർ ത്രട്ടണിങ് അല്ലേ, ഓർ ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ. അപ്പോൾ അത് ഇന്ത്യൻ പീനൽ കോഡിന് എതിരായിട്ടുള്ള രീതിയിൽ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് ഇതാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിന് എതിരാകുന്ന രീതിയിൽ ഒരു കാര്യത്തെ മറ്റൊരാളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുക അല്ലേ. ഇപ്പോൾ അതായത് മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഞാനൊരാളെ ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ചുകൊണ്ട് ഞാനൊരാളെ മോഷ്ടിപ്പിക്കുകയാണ്, ഒരു കാര്യം കട്ടെടുക്കാൻ പറയുകയാണ് അത്. സെക്കൻഡ് വൺ, അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. ഞാനിപ്പോൾ ഈ ചില പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ നിയമപ്രകാരം അല്ലാണ്ട് ചില ആളുകളുടെ സ്വത്തോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ പിടിച്ചടക്കുക അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. എനിക്ക് നാളെ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളിത് പ്രശ്നമാക്കും എന്നും പറഞ്ഞിട്ട് നമ്മൾ പേടിപ്പിച്ചിട്ട് അവരെ ഇത് ചെയ്യിപ്പിക്കുന്നു. പിന്നെ പറയുന്നതാണ് ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്. ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്. ഇവിടെ എന്താ പറയുന്നത്? ഇൻറ്റൻഷൻ, മനഃപൂർവ്വം അല്ലേ, ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്. മനഃപൂർവ്വം ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് അല്ലേ ഒരു അഗ്രിമെൻറ്റിലേക്ക് തള്ളി അങ്ങോട്ട് കയറ്റുകയാണ് അങ്ങോട്ട്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഫോർത്ത് വൺ, coercion can be applied either by a party to the contract or even by a stranger. അപ്പോൾ അതായത് വേറൊരു വ്യക്തി അല്ലേ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി, അത് coercion can be applied either by a party to the contract or even by a stranger. അപ്പോൾ രണ്ടുപേരും കോൺട്രാക്റ്റിൽ ഓൾറെഡി ഏർപ്പെടാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ വ്യക്തി നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇതാക്കും പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ വ്യക്തി തന്നെ പിന്നെ ഫോഴ്സ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ്. അത് വരുന്നത് പ്രോബ്ലമാണ്. അല്ലെങ്കിൽ വേറൊരു മൂന്നാമതൊരാൾ നിർബന്ധിപ്പിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ. ആൻഡ് ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ എന്താണ്? ദ പ്ലേസ് ഓഫ് coercion ഈസ് ഇമ്മെറ്റീരിയൽ. എന്താ ഇവിടെ പറയുന്നത്? ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നത് an act to amount to coercion must be such as has been forbidden by the Indian Penal Code. However, it is immaterial whether the Penal Code is or is not in force at the place where it is performed.
എന്താ ഇവിടെ നമുക്കൊരു ഇത് നോക്കാം. ഇവിടെ പറയുന്നതാണ് ആൻ ആക്ട് ടു എമൗണ്ട് ടു കോവേഷൻ മസ്റ്റ് ബി സച്ച് ആസ് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. IPC ഇതിനനുസരിച്ചുകൊണ്ട് IPCയുടെ ബാധകം അനുസരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി, ഓക്കെ, ആ പ്രവൃത്തി അത് ഫോഴ്സ്ഫുള്ളി നമ്മളൊരു കാര്യത്തിൽ ചെയ്യിക്കുന്നു. ഹൗഎവർ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെൻ ദ ഇന്ത്യൻ പീനൽ കോഡ് ഈസ് ഓർ ഈസ് നോട്ട് ഇൻ ഫോഴ്സ് അറ്റ് ദ പ്ലേസ് വേർ ഇറ്റ് ഈസ് പെർഫോംഡ്. അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണ് ആ ഒരു എടുത്ത സ്ഥലം അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സ്ഥലം അതിൻ്റെ ചുറ്റളവിൽ പെട്ടുന്ന ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു അസാധുവായിട്ട് നമുക്കതിനെ കാണേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു സിസ്റ്റത്തിന് വേറെ രീതിയിൽ, ഓക്കെ, അതൊരു ആൾട്ടർനേറ്റീവ് രീതിയിൽ നമ്മൾ ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ഇൻവോൾവ് ആക്കുന്നു, ഫോഴ്സ്ഫുൾ ഇൻവോൾവ് ആക്കുന്നു. അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ഒരു ചെറിയ തോതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലൂപ്പ് ഹോൾ ഉള്ള പോലത്തെ നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇന്ത്യൻ പീനൽ കോഡിൽ മുഴുവനോടുകൂടി നമുക്കതൊരു വോയിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ വോയിഡ് അഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് തന്നെ കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ. അപ്പോൾ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച്, ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത് ഇമ്മെറ്റീരിയൽ. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. എ ഓൺ ബോർഡ് ആൻ ഇംഗ്ലീഷ് ഷിപ്പ് ഓൺ ദ ഹൈ സീസ് causes B to enter into an agreement by the way of threat, either by putting his house on fire or by giving him poison. A has employed coercion because his threat attempts amount to grievous hurt. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്താണ്, വേറെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനോട് ബാധകപ്പെടാണ്ടുള്ള സ്ഥലത്ത് നിന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ വേറെ വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കടലിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരാളോട് കോൺട്രാക്റ്റിൽ ഏർപ്പെടിപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് ഞാനൊരു ഇന്ത്യൻ ഇതിലേക്ക് ഞാൻ അയാളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ഓഫ് സീ അല്ലേ, ഓഫ് സീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കടലിൽ വെച്ചിട്ട് ഞാൻ വേറെ ആളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇൻവോൾവ് ആകുന്നില്ല. അത് ആക്ച്വലി ഇന്ത്യൻ പീനൽ അതായത് IPCയുടെ സെക്ഷൻസിൽ പെടാത്തൊരു കാര്യമാണ്. കാരണം ആ എടുത്ത കോൺട്രാക്റ്റ് ഏർപ്പെട്ട സ്ഥലം അതിനൊരു പ്രസക്തി ഉണ്ട്. കാരണം അത് നമ്മുടെ രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ യെസ് ഇറ്റ് ഹാസ് എ പോയിൻറ്റ്. ബട്ട് അല്ലാണ്ട് നമ്മളതൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വാലിഡിറ്റി അസാധുവാണ് എന്നിവിടെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബൈ ഫോഴ്സാണ് നമുക്ക് ഒരിക്കലും പറഞ്ഞ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ ദീസ് ആർ തിങ്സ് വിച്ച് വി ആർ ഡിസ്കസിങ് ടുഡേ. ആൻഡ് ലാസ്റ്റ് വൺ, എഫക്ട്സ് ഓഫ് കോവേർഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. എന്താണ് ഈ എഫക്ട്സ് ഓഫ് കോവേർഷൻ? അതായത് നമ്മൾ ഒരാളെ മനഃപൂർവ്വം പേടിപ്പിച്ച് നിർബന്ധിപ്പിച്ചിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നു. അതാണ് നമ്മളുടെ കോവേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് സെക്ഷൻ 19 പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സെക്ഷൻ 72 പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇഷ്ടമില്ലാണ്ട് ഞാൻ ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ച് അയാൾക്കൊരു 50,000 രൂപ വേറൊരു വ്യക്തിക്ക് ഞാൻ ഏർപ്പെടുത്തി. അയാളെ ചെയ്തുകൊണ്ടാണ് ഫോഴ്സ്ഫുള്ളി ഞാൻ നിർബന്ധിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയും അയാൾക്ക് ഞാൻ 50,000 രൂപ കൊടുക്കുകയും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി 50,000 രൂപ അത് സ്വീകരിച്ച 50,000 രൂപ അയാൾ തിരിച്ച് ഫോഴ്സ്ഫുള്ളി ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കണം എന്നും ഒരു കാര്യം പറയുന്നുണ്ട്. Okay, so this is what we are going to discuss. Thank you so much.